പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിൽ നടന്ന US ഇറാൻ ചർച്ചകൾ പരാജയപ്പെട്ടതിന് തൊട്ടു പിന്നാലെയാണ് റഷ്യയുടെ ഈ നീക്കം. പിന്നാലെ ഏപ്രിൽ 12-ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനുമായി ഫോണിൽ സംസാരിച്ചിരുന്നു. പശ്ചിമേഷ്യയിൽ സമാധാനം തിരികെ കൊണ്ടുവരാൻ മധ്യസ്ഥത വഹിക്കാമെന്ന് പുടിൻ ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഇതിന് തൊട്ടു പിന്നാലെ ഏപ്രിൽ 13-ന് യുറേനിയം ഏറ്റെടുക്കാമെന്ന വാഗ്ദാനം റഷ്യ ആവർത്തിക്കുകയായിരുന്നു. ഇറാന്റെ പക്കലുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം ശേഖരം ഏറ്റെടുക്കാനോ സംസ്കരിക്കാനോ തയ്യാറാണെന്നാണ് റഷ്യയുടെ ഓഫർ. ഇറാൻ പെട്ടെന്ന് ആണവായുധം നിർമ്മിക്കുന്നത് തടയാനും അമേരിക്കയുമായി സമാധാന കരാറിലെത്തുന്നതിനും വേണ്ടിയാണ് 60% വരെ ശുദ്ധീകരിച്ച 450 കിലോയോളം യുറേനിയം ഏറ്റെടുക്കാനുള്ള ഈ നീക്കം. ഇറാന്റെ ആണവ പദ്ധതിയെക്കുറിച്ച് അന്താരാഷ്ട്ര തലത്തിൽ വലിയ ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് 60% വരെ യുറേനിയം സമ്പുഷ്ടീകരിച്ചത് ആണവായുധ നിർമ്മാണത്തിന് തൊട്ടടുത്തെത്തിയ നിലയായാണ് കാണുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ആണവായുധ ശേഖരമുള്ള രാജ്യമായതിനാൽ ഇവ സുരക്ഷിതമായി കൈകാര്യം ചെയ്യാൻ തങ്ങൾക്ക് കഴിയുമെന്ന് റഷ്യ അവകാശപ്പെടുന്നു. ഇതൊരു പെട്ടെന്നുള്ള തീരുമാനമല്ലെന്നും ദീർഘകാല അടിസ്ഥാനത്തിലുള്ള ഒരു നിർദ്ദേശമാണെന്നും ക്രെംലിൻ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ഇറാനോ അമേരിക്കയോ ഇതുവരെ ഇത് നടപ്പിലാക്കാൻ തയ്യാറായിട്ടില്ല. റഷ്യയുടെ നീക്കത്തിന് പിന്നിൽ പ്രധാനമായും 3 ലക്ഷ്യങ്ങളാണുള്ളത് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. യുക്രൈൻ യുദ്ധത്തിൽ ഇറാൻ ഡ്രോണുകൾ നൽകി സഹായിച്ചതിന്റെ പശ്ചാത്തലത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കുക എന്നതാണ് ഇതിലൊന്ന്. അമേരിക്കയ്ക്ക് ബദലായി മിഡിൽ ഈസ്റ്റിലെ സമാധാന ചർച്ചകളിൽ പ്രധാന മധ്യസ്ഥനായി സ്വയം അവതരിപ്പിക്കുക എന്നതാണ് മറ്റൊന്ന്. ലോകത്തെ ആണവ ഇടപാടുകളിൽ റഷ്യയുടെ സ്വാധീനവും പങ്കും വർദ്ധിപ്പിക്കുക എന്നതാണ് മൂന്നാമത്തെ ലക്ഷ്യമായി പറയപ്പെടുന്നത്. ഈ വാഗ്ദാനം നടപ്പിലായാൽ ഇറാന്റെ ആണവ ഭീഷണി വലിയ തോതിൽ കുറയുമെന്നാണ് വാദം. പ്രത്യേകിച്ചും ഇറാൻ കൈവശം വെച്ചിരിക്കുന്ന 60% ശുദ്ധീകരിച്ച യുറേനിയം സുരക്ഷിതമായ കൈകളിൽ എത്തുന്നതോടെ ആണവായുധ നിർമ്മാണത്തിനുള്ള സാധ്യത ഇല്ലാതാകുമെന്നും റഷ്യ അവകാശപ്പെടുന്നു. എന്നാൽ ഇറാന് ഇതത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം തങ്ങളുടെ ആണവ പദ്ധതിയുടെ ഒരു പ്രധാന ഭാഗം ഇതോടെ റഷ്യയ്ക്ക് വിട്ടുകൊടുക്കേണ്ടി വരും. എന്നാൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ നിർദ്ദേശം തള്ളിക്കളഞ്ഞതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്.